ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് വേവ്സ്. ഇന്ന് നമ്മൾ SSLCയിലെ യൂണിറ്റ് 4 നമ്മൾ മാത്തമാറ്റിക്കൽ ചാൻസ്, അതായത് പ്രോബബിലിറ്റിൻ്റെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിലെന്താണ് പഠിക്കേണ്ടത്? വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് മാർക്ക് കളയാതെ നമുക്ക് എങ്ങനെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒരു 3 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ബേസിക് ആയിട്ടുള്ള എന്താണ് പ്രോബബിലിറ്റി, അതിൻ്റെ ഇക്വേഷൻ എന്താണ്. ഇപ്പോൾ നമുക്കത് പറയുമ്പോൾ മനസ്സിലാവും, ഒരു ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. രണ്ടാമത്തേത് പറയുമ്പോൾ ജിയോമെട്രി, അതായത് ഒരു പിക്ചർ തന്നിട്ട് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി, പിക്ചർ തന്നിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും അതിൽ നമ്മൾ എങ്ങനെ പ്രോബബിലിറ്റി എഴുതുക എന്നുള്ള കാര്യമാണ്. തേർഡ് വൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 1 ബോക്സിലെ 1 സ്പെസിഫിക് ഏരിയനെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും ഈ ബേസിക് പ്രോബബിലിറ്റി. അടുത്ത് 2 പെയർ ആയിട്ട് നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി നോട്ട് ചെയ്യാം. ഓക്കെ, ആ പെയേഴ്സിൻ്റെ വരുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം. സോ ഈ ഒരു 3 സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. സോ ആദ്യം തന്നെ നമുക്ക് ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഈ പ്രോബബിലിറ്റിയിൽ നമ്മൾ പാസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അറിയുന്നതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 1 to etc. സ്റ്റാർട്ടിങ് ഫ്രം 1, ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പർ. അടുത്ത് സ്ക്വയർ നമ്പേഴ്സ്, ഓർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വർഗ്ഗമൂലം നമ്മൾ പറയും. സോ അതേതൊക്കെയാണ്? ഒരു നമ്പറിൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ ദാറ്റ് ഇസ് 4, then 9, then 16, 4ൻ്റെ സ്ക്വയർ 16 and 5ൻ്റെ സ്ക്വയർ 25 is go on. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ സ്ക്വയറിൻ്റെ എല്ലാം കഴിഞ്ഞു. പ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ളത് അറിയണം. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പോൾ 2 into 1 that is equal to 2 അല്ലേ? ഈ 2 into 1 equal to 2, അതല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ഇൻറ്റു ചെയ്താൽ നമുക്ക് 2 കിട്ടുമോ? കിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് എ പ്രൈം നമ്പർ. 2 is എ പ്രൈം നമ്പർ. അതായത് ആ നമ്പറും, ഇപ്പം ഞാനൊരു നമ്പറാണെങ്കിൽ ആ നമ്പറും 1 മാത്രമായിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, വേറെ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലും ആ വാല്യൂ കിട്ടില്ല. 3 into 1 വി ഓൾസോ ടേക്ക് എസ് പ്രൈം നമ്പർ അല്ലേ? 3 into 1. ദെൻ 4 into 1 നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം 4 into 1 ഈക്വൽ ടു 4 ആണ്. 4 into 1 ദാറ്റ്സ് ഈക്വൽ ടു 4. അറ്റ് ദ സെയിം വേ 2 into 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4. സോ നമുക്ക് 4 എടുക്കാൻ പറ്റില്ല. സോ പ്രൈം നമ്പേഴ്സ് 1 നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യില്ല. ദിസ് നോട്ട് എ പ്രൈം നമ്പർ. സ്റ്റാർട്ടിങ് ഫ്രം 2, 3 and 5. 6 പറ്റത്തില്ല, 7 എടുക്കാം. ദെൻ 8 പറ്റില്ല, 9 പറ്റില്ല. ചിലവർ വിചാരിക്കും ഓഡ് നമ്പർ ആകുമ്പോൾ. നിങ്ങൾ പ്രൈം നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈവൺ നമ്പേഴ്സ് പ്രൈം നമ്പറിൽ ഇല്ല. ഈവൺ നമ്പർ 2 മാത്രമേ ഉള്ളൂ, എക്സെപ്റ്റ് 2. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പറിൽ പെടത്തില്ല. പിന്നെ വരുന്ന ചെക്ക് ചെയ്യേണ്ടത് ഓഡ് നമ്പേഴ്സിനെയാണ്. ഓഡ് നമ്പേഴ്സിൽ ഇപ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്താ? 3 into 3 അതൊന്നും വരത്തില്ല. സോ നമ്മൾ അങ്ങനെ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ 1 to 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിലിരുന്ന് നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഈവൺ നമ്പർ എല്ലാം ഒഴിവാക്കുക, 2 മാത്രം ആദ്യം എടുക്കുക. പിന്നെ ബാക്കിയുള്ളത് ഓഡ് നമ്പേഴ്സിനെ ചെക്ക് ചെയ്ത് പോയാൽ മതി. വേറെ ഒരു ഈവൺ നമ്പർ നമുക്ക് പ്രൈം നമ്പറിൽ പെടില്ല, സാധ്യതയില്ല. സോ ഇതാണ് വരുന്നത് പ്രൈം നമ്പേഴ്സ്. സോ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, കാരണം കുറേ ബേസിക് കാൽക്കുലേഷൻ തന്നെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതറിയാതെ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചെന്നില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ചാൻസ്, പ്രോബബിലിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കുക, ഏറ്റവും നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ചാൻസാണ്. ലോട്ടറി എടുക്കുന്ന ആർക്കെങ്കിലും അറിയോ ഇന്ന് എനിക്ക് ലോട്ടറി അടിക്കും, ഇല്ല അയാൾക്ക് ലോട്ടറി അടിക്കും, ഇന്ന നമ്പറിനാണ് ലോട്ടറി അടിക്കാൻ പോകുന്നത്? അറിയത്തില്ല. അതാണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഓൾറെഡി അറിയാത്ത, റാൻഡമായിട്ട് വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഓൾറെഡി അറിയാത്ത, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയത്തില്ല, ദാറ്റ്സ് എ ചാൻസ്. അതും കിട്ടാം, ഈ നമ്പർ 4നും കിട്ടാം, നമ്പർ 5നും കിട്ടാം. ദാറ്റ് ഇസ് എ ചാൻസ്.
സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. സോ ഇപ്പോൾ ഒരു ബോക്സ് ഉണ്ട്, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണ്, ഒരു ബോക്സ് ഉണ്ട്, കുറച്ച് ബോൾസ് ഇട്ടു, ഞാൻ 10 ബോൾസ് ഗ്രീൻ ബോൾസ് ഇട്ടു, ദെൻ ഒരു 3 ബ്ലാക്ക് ബോൾസ് ഇട്ടു. ഒരു ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്, ജസ്റ്റ് ഇമാജിൻ. സോ ഞാൻ കണ്ണടച്ച് ബോക്സിൽ ഒന്നും നോക്കാതെ കണ്ണടച്ച് നമ്മൾ നറുക്കെടുക്കില്ലേ, അതുപോലെ ഞാൻ കണ്ണടച്ച് ഒരു ബോൾ എടുക്കുകയാണ്. എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ആവാനുള്ള ചാൻസ് എത്രയാണ്, അതുപോലെ ഗ്രീൻ ആവാനുള്ള ചാൻസ് എത്രയാണ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. ഓക്കെ, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ പി ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ ബോൾ, ഗ്രീൻ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ആദ്യം ടോട്ടൽ എഴുതുക. ടോട്ടൽ അതിനകത്ത് എത്രയുണ്ട്, ഓൾവേസ് നമ്മൾ എഴുതേണ്ടത് ടോട്ടലാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ ടോട്ടൽ എത്രയാണ്? 10 + 3 ദാറ്റ് ഇസ് 13 ബോൾസ് ആർ ദയർ. സോ 13 ബോൾസിൽ എത്രയാണ് ഗ്രീൻ ഉള്ളത്? 10. 10ൽ ഏത് വേണമെങ്കിലും ആവാം, 1 എഴുതി വെക്കരുത്, കാരണം 10 ഗ്രീൻ ബോൾസ് ഉണ്ട്. ആ 10 ഗ്രീൻ ബോൾസിൽ ഏത് വേണമെങ്കിൽ എനിക്ക് ആയിക്കൂടെ, കാരണം ഗ്രീൻ ആയാൽ പോരെ. സോ 10 ചാൻസസ് എനിക്കുണ്ട്. സോ ദാറ്റ് ഈസ് 10/13. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, ദാറ്റ് ഈസ് 3/13, കാരണം 3 ബ്ലാക്ക് ബോൾസേ ഉള്ളൂ. സോ 3/13. ഇതാണ് ഡയറക്റ്റായിട്ട് ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ എളുപ്പത്തിൽ എന്താണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു ബോക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ബോക്സിൽ നിന്ന് എടുക്കുന്നു, പെയർ ആവുന്നില്ല ഇവിടെ, ജസ്റ്റ് ഒരു ബോക്സ്, ചിലപ്പോൾ 2 ബോക്സിൽ നിന്ന് 2 രീതിയിൽ എടുക്കാൻ പറയും. സോ അത് വേറെ, പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ബോക്സിലെടുത്ത് ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. സോ ദിസ് ഇസ് പ്രോബബിലിറ്റിൻ്റെ ബേസിക്. ഫസ്റ്റ് ഞാൻ പ്രോബബിലിറ്റി എഴുതണം. പ്രോബബിലിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫേവർ അല്ലേ, നമ്പർ ഓഫ് ഫേവറായിട്ട് നമുക്ക് വരുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ. സോ ദിസ് ഈസ് പ്രോബബിലിറ്റി. ഇത്രയേ ഉള്ളൂ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ജിയോമെട്രി സെക്ഷൻ, ഒരു മാക്സിമം ചോദിക്കാവുന്ന ഇങ്ങനൊരു റെക്റ്റാങ്കിൾ തന്നിട്ടാണ്. റെക്റ്റാങ്കിൾ, ദെൻ അതിനകത്ത് നമുക്കൊരു ട്രയാങ്കിൾ തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഈ ട്രയാങ്കിൾ നമുക്ക് ഷെയ്ഡഡ് ആയിരിക്കും. ഓക്കെ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിക്കും. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തന്നിരിക്കുന്ന ഒരു പിക്ചർ, ഒരു ജിയോമെട്രിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. അത് സർക്കിൾ ആണെങ്കിലും ശരി, റെക്റ്റാങ്കിൾ ആണെങ്കിലും ശരി, സ്ക്വയർ ആണെങ്കിലും ശരി, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്സ് കിട്ടും. ഈക്വൽ പാർട്സാണ് നമുക്ക് വേണ്ടത്. ഈക്വൽ അല്ലാത്ത പാർട്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാർട്ടും ഈ പാർട്ടും ഓട്ടോമാറ്റിക്കലി ഈക്വലാണ്. ഇതിൻ്റെ സെൻറ്റർ നിന്നാണ് വരയ്ക്കുന്നത്. സോ ഈ ഒരു പാർട്ട് എന്തായിരിക്കും, ഞാനിത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഈക്വൽ, ദാറ്റ്സ് ഓൾസോ ഇതും ഈക്വൽ. അപ്പോൾ 4 പാർട്സും ഈക്വലായിട്ട് എനിക്ക് മാറി അല്ലേ. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഷെയ്ഡഡ് പോർഷനാണ്. അപ്പോൾ എത്ര ടോട്ടൽ 4 ഉണ്ട്. ആ 4ൽ 2 പാർട്ട് ഷെയ്ഡഡ് ആണ്. സോ ദാറ്റ് ഈസ് 2/4. ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ജിയോമെട്രിക് സെക്ഷൻ. അതുപോലെ ഒരു സർക്കിളിൻ്റെ എടുത്താലും, സർക്കിളിൻ്റെ കുറേ കണക്കിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഒരു സർക്കിൾ എടുക്കുന്നു, സർക്കിളിൻ്റെ ഒരു പോർഷൻ നമുക്കത് ഇങ്ങനെയാണ്. ഇതിൽ ഈ ഒരു 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു കളർ, നമുക്ക് കളർ ചേഞ്ച് വരും. ഇപ്പോൾ ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലൂ, ഓക്കെ, ഷെയ്ഡ് ചെയ്ത പാർട്സ്. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ചെയ്തു? ഫസ്റ്റ് ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 പോർഷൻസ് ഉണ്ട്. ഈക്വൽ ആയിരിക്കണം. ഞാനിപ്പോൾ വരച്ചപ്പോൾ ചെറിയ ലെങ്ത് വേരിയേഷൻ ഉണ്ട്, ബട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. സോ 8 പാർട്സ് ഉണ്ട്. 8 പാർട്ടിൽ എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2, ജസ്റ്റ് 2. ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഓക്കെ. സോ ഇത്രയുള്ളൊരു ജിയോമെട്രിൻ്റെ കാര്യം വന്നാലും നമുക്ക് ചെയ്യാനുള്ളത് ഈസി ആയിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മൾ തിയറി ഫുള്ള് നോക്കിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ, നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് സമ്മ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, 2 പെയർ. ആ 2 പെയർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് കുറച്ച് ട്രിക്കി ആയിട്ട് വരുന്നത്. കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സോ വെയിറ്റ്.
ഇതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നത്. സോ ഇത് ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ പാട് വരുന്നത്. സോ ഇപ്പോൾ ഒന്ന് ആലോചിക്കാം, ഒരു ക്ലാസ് 10A, ഹിയർ 10B. ഓക്കെ, നമുക്ക് 2 ക്ലാസ് ഉണ്ട്, 10A ഉണ്ട് 10B ഉണ്ട്. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇതിൽ ഇപ്പോൾ ഗേൾസ് ഒരു 20 മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ബോയ്സ് ഒരു 10 ഉണ്ട് വിചാരിക്കാം. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ ഗേൾസ് ഒരു 10 ഇരുന്നോട്ടെ, ബോയ്സ് എന്നുള്ളത് ഒരു 30 ഇരുന്നോട്ടെ. സോ ഇങ്ങനെ നമുക്ക് ഇത്രയും 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്. സോ ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കൊരു ഗ്രൂപ്പോ ഒരു NSSനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമുക്ക് ഇവരിൽ നിന്ന് ഓരോ ഈ A ക്ലാസ്സെന്നും B ക്ലാസ്സെന്നും ഓരോ കുട്ടികളെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ആലോചിക്കുക ഇതിൻ്റെ ചാൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഇതിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 30 കുട്ടികളുണ്ട് ടോട്ടൽ T. ഇവിടെയും ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളുണ്ട്. ഇവിടെയുള്ള ഒരു കുട്ടിക്ക്, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇവിടെയുള്ള ഇപ്പോൾ ഗേൾ ആണെങ്കിലും ബോയ് ഒരു കുട്ടിക്ക് ഇവിടെയുള്ള ഈ 40 കുട്ടികളുമായിട്ട് പെയറാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഈ കോമേറ്റ് എഴുതാൻ പറ്റില്ല ഇത്രയും പേരുണ്ട്. കാരണം ഈ ഒരു കുട്ടിക്ക്, അതായത് ഇവിടെ 30 കുട്ടികളുള്ള ഒരു കുട്ടിക്ക് ഇവിടെയുള്ള 40 കുട്ടികളായിട്ടും പെയറാവാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. സോ അതുപോലെ ഇവിടെയുള്ള ഇത്രയും പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പെയറാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ കൂടുതൽ വരും. അപ്പോൾ ടോട്ടൽ ചാൻസസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മൾ എങ്ങനെയാണ് ആദ്യം കാണുക വെച്ചാൽ, നമ്പർ ഓഫ്, ഇവിടെ എത്ര പേരുണ്ട്? 30, ഇവിടെ എത്ര ഉണ്ട്? 40. സോ 30 × 40, സോ 1200. ഇതാണ് ടോട്ടൽ നമ്മളുടെ. നമ്മൾ എപ്പോഴും ഡിവിഷൻ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ഇതാണ് 1200. ഓക്കെ, എന്നിട്ട് ബോത്ത് ബോയ്സ്, അടുത്തൊരു ഇതാണ് ബോത്ത് ബോയ്സ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന 2 കുട്ടികളും രണ്ടും ബോയ്സ് ആവാനുള്ള ചാൻസ് BB. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്, അതാണ് BB. ബോത്ത് ബോയ്സ് ആവാനുള്ള ചാൻസ് എത്ര? ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? 10. സോ 10 × ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? 30. സോ 30 ഡിവൈഡഡ് ബൈ 1200. അതായത് 2 ബോയ്സ് ആണെങ്കിൽ ഇവിടുത്തെ ബോയ്സ് ഇൻറ്റു ഇവിടുത്തെ ബോയ്സ്. അപ്പോൾ എത്ര വരും നമുക്ക്? ടോട്ടൽ 300 ബോയ്സ് ഡിവൈഡഡ് ബൈ 1200. ഡിവിഷൻ എപ്പോഴും 1200 ആണ്, കാരണം ടോട്ടൽ എന്താണോ അതാണ്. അതുപോലെ ബോത്ത് ഗേൾസ് GG, രണ്ടും ഗേൾസ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 20 × 10. സോ 20 × 10 ഡിവൈഡഡ് ബൈ 1200. സോ 20 × 10 എത്രയാണ്? 200 ഡിവൈഡഡ് ബൈ 1200. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ, സീറോസ് ആണ്. സോ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 3/12 വരും. എഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, 1/4 വരും. ഞാനത് പിന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാത്തതാണ്. അടുത്തത് ബോത്ത് ബോയ്സും കഴിഞ്ഞു, ബോത്ത് ഗേൾസും കഴിഞ്ഞു. ഇനി ഐ തിങ്ക് 1 boy 1 girl, അതായത് ഇതിൽ ഒരു ബോയ് 1 boy 1 girl. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് 1 boy 1 girl പ്ലസ് നെക്സ്റ്റ് 1 girl 1 boy. ഈ രീതിക്ക് പഠിച്ചാൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എഴുതി തരുന്നത് കേട്ടോ. എക്സാമിന് നിങ്ങൾ വേർഡ്സ് ആയിട്ട് തന്നെ എഴുതുക. സോ 1 boy 1 girl. സോ 1 boy എത്രയാണ് ഇവിടെ? 1 boy. ഇവിടുത്തെ ബോയ് 10 × 1 girl 10. സോ ദാറ്റ് ഇസ് 10 × 10 പ്ലസ് അടുത്തത് നെക്സ്റ്റ് വൺ എന്താണ്? 1 girl 1 boy അല്ലേ? 1 boy. അപ്പോൾ ഇവിടുത്തെ ഗേൾ എന്ന് പറയുന്നത് 20 × ഇവിടുത്തെ ബോയ് എത്രയാണ്? 30. 20 × 30 നമ്മൾ മിക്സ്ഡ് ആയിട്ട് എഴുതണം. 20 × 30. ദിസ് ഇസ് 1 boy 1 girl. ആൻഡ് ഹിയർ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗേൾ എടുത്തു, സെക്കൻഡ് ക്ലാസ് നമുക്ക് ബോയ് കിട്ടി. ഇത് ഫസ്റ്റ് ക്ലാസ്, ഇത് സെക്കൻഡ് ക്ലാസ്, ഇത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഡിവൈഡഡ് ബൈ 1200. ഓക്കെ, സോ ഇതെന്ത് വരും? 10 × 10 100 പ്ലസ് 20 × 30 ദാറ്റ് ഇസ് 600 divided by 1200. That is equal to 700 divided by 1200. Okay, this is 1 boy 1 girl. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നത്, അതായത് 2 ബോയും ഗേളും മിക്സ്ഡ് ആയിട്ട് വരുന്ന ഇത്രയും 700 700 സെക്ഷൻ 7 പോസിബിലിറ്റി നമുക്കുണ്ട്. അതിൽ ആര് വേനാകാം. പിന്നെ ഒരു കാര്യം 1 boy, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് 1 ബോയ് ഓർ 1 ഗേൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുകയാണെങ്കിൽ 1 ബോയ്, അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണെങ്കിൽ ഒരു ബോയ് എങ്കിലും വേണം. അതിൻ്റെ മീനിങ് അതാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് മീൻസ് ഒരു ബോയ് എങ്കിലും വേണം. 2 ബോയ് ആയാൽ കുഴപ്പമില്ല, ഓക്കെ, 2 ബോയിൽ സന്തോഷം, കുഴപ്പമില്ല. പക്ഷേ 2 ഗേൾസ് ആവാൻ പാടില്ല. അപ്പോൾ 2 ഗേൾസ് എനിക്ക് വേണ്ട. സോ അപ്പം ഞാനിതിന് എളുപ്പവഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാം. കാരണം ബോത്ത് ഗേൾസ് നമുക്ക് എങ്ങനെയുള്ളത്, ബോത്ത് ഗേൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 200 ആണ് അല്ലേ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് 1 ബോയിൽ 200 ടോട്ടൽ നമുക്ക് 200 മൈനസ് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ളതിലെല്ലാം നമുക്കുണ്ടല്ലോ. സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ് 1200 ബോത്ത് ഗേൾസ് എനിക്ക് വേണ്ട. കാരണം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും നിർബന്ധമായിട്ട് വേണം. 2 ഗേൾസുള്ള പെയർ എനിക്ക് വേണ്ട. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ 1200 മൈനസ് 200, ഓക്കെ. സോ ദാറ്റ് ഇസ് 1000 ആണ് വരുന്നത്. 1000 അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും വരുന്നത് 1000 ഡിവൈഡഡ് ബൈ 1200. ടോട്ടൽ നമുക്ക് മാറത്തില്ല, സോറി 1200 ആണ്, ഓക്കെ. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ 10/12 വരും. നമുക്ക് എല്ലാം സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് 1 ബോയ്. അതുപോലെ സെയിം വേ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറയുകയാണെങ്കിലോ, അറ്റ്ലീസ്റ്റ് 1 ഗേൾ ആണെങ്കിൽ ബോയ്സിനെ മൈനസ് ചെയ്യുക. ബോത്ത് ബോയ്സ് എത്രയായിരുന്നു, ബോത്ത് ബോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 300 ആണ് കിട്ടിയത്. സോ സെയിം അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാവും 1200 മൈനസ് 300. സോ 900 ഡിവൈഡഡ് ബൈ 1200. ആ ലെവലിലേക്കാണ് നമുക്ക് വരിക, ഓക്കെ. സോ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ ഇതിൽ കഴിഞ്ഞു. ഐ മീൻ തിയറി പാർട്ട് ഫുള്ള് കഴിഞ്ഞു. കാൽക്കുലേഷനും ഏകദേശം ഇതുപോലെ ആയിരിക്കും. സോ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവറാവും, ഓക്കെ. ചാനൽ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഓക്കെ. താങ്ക് യു സോ മച്ച്.